എപ്പഫ്രാസ് വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയവും ഉള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു. എപ്പഫ്രാസ് വന്ദനം ചെയ്യുന്നു. പിന്നെ പുള്ളിയുടെ ഒരു പ്രാർത്ഥനയാണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ എന്തായിരിക്കണം? തികഞ്ഞവരായിരിക്കണം. ഒപ്പം തന്നെ ദൈവഹിതം സംബന്ധിച്ച് എന്ത് ഉള്ളവരായിരിക്കണം? പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. നിൽക്കാൻ പറ്റത്തുള്ളൂ. ദൈവകൃപയിൽ ഒരുവന് നിൽക്കണമെങ്കിൽ അവനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് അവൻ അറിഞ്ഞിരിക്കണം. ആ വ്യക്തി അറിഞ്ഞിരിക്കണം. ഒരു ദൈവ പൈതലിന് ദൈവകൃപയിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിന് ആ ദൈവ പൈതലിനെ കുറിച്ചുള്ള ഇഷ്ടം എന്തെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് അറിയേണ്ടതിന് ദൈവം കൃപ കൊടുക്കേണ്ടതിനാണ് ഇവിടെ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നത്. നമ്മുടെ വിഷയം ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കാം. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കാം. വേദപുസ്തകത്തിൽ തന്നെ നിശ്ചയം പ്രാപിച്ച ചിലവരെയും പ്രാപിക്കാത്ത ചിലരെയും നമുക്ക് നോക്കാം. ഒന്നാമത് തന്നെ നമുക്കറിയാം യാക്കോബിനെ. ഉൽപ്പത്തിയിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. യാക്കോബ് ഏശാവിനെ പേടിച്ച് ഓടിപ്പോകുമ്പോൾ ബഥേലിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു? സൂര്യൻ അസ്തമിച്ചു. അവിടെ ഒരു കല്ലൊക്കെ എടുത്തു വെച്ച് യാക്കോബ് കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഒരു ഗോവേണി ദൂതന്മാർ കയറി ഇറങ്ങുന്നതൊക്കെ കണ്ടു. ശൂന്യതയുടെ അവസ്ഥയിൽ, ആരും കൂടിയില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ദൂതന്മാരെ കാണുക എല്ലാം കഴിഞ്ഞു. എന്നിട്ട് പറയുക, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഹല്ലേലൂയ. യാക്കോബിനോട് പറയുക, നീ ഈ ദേശത്തുനിന്ന് പോയാലും നിന്നെ ഈ ദേശത്തേക്ക് തന്നെ ഞാൻ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടത്തില്ല, നിന്നോട് പറഞ്ഞതൊക്കെയും ഞാൻ നിവർത്തിക്കും എന്ന് യാക്കോബ് സ്വപ്നം കണ്ട് അതിനുശേഷം യാക്കോബ് എവിടേക്ക് പോവുക? ലാബാന്റെ വീട്ടിൽ ചെല്ലുക. അവിടെ ചെന്നുള്ള ജീവിതങ്ങൾ വളരെ സന്തോഷപൂർണമായിട്ടൊന്നും ഉള്ളതല്ല. താൻ ജീവിതത്തിൽ വളരെയധികം കഷ്ടവും സങ്കടവും കളിപ്പീരും എല്ലാം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഒരു 21 വർഷത്തിന് ശേഷം താൻ മടങ്ങി വരുമ്പോൾ ദൈവം അവനോട് പറയുക, ഒരിക്കൽ നിനക്ക് സ്വപ്നം കാണിച്ചു തന്നില്ലേ, നിന്നോടുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് പറഞ്ഞു തന്നില്ലേ, അവിടേക്ക് 35-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കാണുന്ന അവിടെ ചെന്ന് നീ ഒരു യാഗപീഠം പണിയാൻ പറയുന്ന ഇതെല്ലാം നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ യാക്കോബ് എന്ത് ചെയ്തു? സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ അതുപോലെ സംഭവിക്കുന്നത് യാക്കോബ് ജീവിതത്തിൽ അനുഭവിച്ചു. യാക്കോബ് തന്നെ പറയുന്ന, ഒരു വടിയോടാണ് ഞാൻ പോയത്, ഇപ്പോൾ വലിയ ധനികനായി, മക്കളുള്ളവനായി, ഹല്ലേലൂയ, വലിയ ആളായി, കൂട്ടമായി മടങ്ങിയെത്തി. ദൈവം അവനോട് പറഞ്ഞത്, ദൈവം അവനെ കാണിച്ചു കൊടുത്ത സ്വപ്നം അതുപോലെ തന്നെ നിവൃത്തിയായി മടങ്ങി വന്നപ്പോൾ വാഗ്ദത്തം കൊടുത്ത ദൈവവും അത് മറന്നിട്ടില്ല. ദൈവം പറയുക, നിനക്ക് വാഗ്ദത്തം കിട്ടിയ ആ സ്ഥലത്ത് ചെന്ന് നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, യാഗപീഠം ഉണ്ടാക്കി ദൈവത്തെ നമസ്കരിക്കാമെന്ന് പറഞ്ഞു. ഇത് ജീവിതത്തിൽ യാക്കോബിന്റെ അനുഭവമാണ്. എന്നാൽ കുറെ കാലം ഏശാവിനെ പേടിച്ചായിരുന്ന യാക്കോബ് ഏശാവുമായിട്ട് ഒക്കെ ദൈവം എന്ത് ചെയ്തു? നിരപ്പാക്കി സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ തന്റെ തലമുറയായ യോസേഫ് ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടിട്ട് യോസേഫ് വന്ന് യാക്കോബിനോട് പറയുകയാ, ആ സ്വപ്നം പറയുക, സൂര്യനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ, ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു ഉടനെ തന്നെ യാക്കോബിന് അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാനുള്ള ദൈവകൃപയുണ്ടായിരുന്നു. ഈ സ്വപ്നം യോസേഫ് പറഞ്ഞ ഉടനെ തന്നെ യാക്കോബ് പറയുക, ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ നമസ്കരിക്കും എന്നാണോ നീ പറയുന്നത്? അർത്ഥം പറഞ്ഞു. ഹല്ലേലൂയ. അടുത്തത് 37-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പനോ ഈ സ്വപ്നം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു. അപ്പൊ ഒന്നാമത് യോസേഫ് കണ്ട സ്വപ്നം യാക്കോബ് കേട്ടു. യോസേഫ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം യാക്കോബിന് മനസ്സിലായി. യോസേഫ് കണ്ട സ്വപ്നം അപ്പൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ഹൃദയത്തിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചു.
ഹല്ലേലൂയ. ഇനിയും ഇതിനേക്കാൾ എല്ലാം ഉപരി നാളുകൾക്ക് മുമ്പ് സ്വപ്നം കണ്ടിട്ട് അതുപോലെ ജീവിതത്തിൽ സംഭവിച്ച ഒരു എക്സ്പീരിയൻസും ആർക്കുണ്ട്? യാക്കോബിനുണ്ട്. എന്നാൽ ഒരു ദിവസം യോസേപ്പിന്റെ സഹോദരന്മാർ വന്ന് യോസേപ്പിനെ ഹല്ലേലൂയ കാട്ടുമൃഗം തിന്നു കളഞ്ഞു എന്ന് പറഞ്ഞ് വസ്ത്രം കൊണ്ട് കാണിക്കുമ്പോൾ ഹല്ലേലൂയ യാക്കോബ് ഇതെല്ലാം മറന്നു. യാക്കോബ് ഇതെല്ലാം മറന്നിട്ട് പറയുക, ഹല്ലേലൂയ ഹല്ലേലൂയ, മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. വസ്ത്രം കീറി അരയിൽ രക്തശീല ചുറ്റി, ഹല്ലേലൂയ, ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ചെല്ലും, അവിടെ ചെന്ന് ഞാൻ അവനെ കാണുമെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തക്കോണമിടയായി. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചോട്ടെ, യാക്കോബേ, നിന്നെ സ്വപ്നം കാണിച്ച ദൈവം നിനക്ക് കൂട്ടിനാരുമില്ലാതിരുന്ന സ്ഥാനത്ത്, നിനക്ക് ഒരു രക്ഷയും ഇല്ലാതിരുന്ന സ്ഥാനത്ത്, നീ അപ്പനെ ചേട്ടനെ പേടിച്ച് ഓടിയ സ്ഥാനത്ത്, നിനക്ക് തലചായ്ക്കാൻ ഒരു സ്ഥലം ഇല്ലാതിരുന്നിടത്ത്, അല്ലെങ്കിൽ നിനക്കൊരു വാഗ്ദത്തം തന്ന് നിന്നെ പറഞ്ഞു വിട്ടെങ്കിലോ 21 വർഷത്തിന് ശേഷം ആ വാഗ്ദത്തം പ്രാപിച്ച് നീ മടങ്ങി വന്ന് നീ അനുഭവിച്ചവനാ. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ നിനക്ക് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പേ നിന്റെ തലമുറയ്ക്ക് വാഗ്ദത്തം കൊടുത്തതാ. അവൻ ആരായി തീരുമെന്നുള്ള വാഗ്ദത്തം അല്ലെങ്കിൽ കൊടുത്തതാ. എന്നാൽ വാഗ്ദത്തം മറന്നിട്ട് യാക്കോബ് എന്ത് ചെയ്യുകയാ? എട്ടിലിരിക്കുക, ഉപവസിക്കുക, നിലവിളിക്കുക, ഞാനും മരിച്ചു പോകത്തേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് ചെന്ന് അവനെ കാണത്തേ ഉള്ളൂ എന്ന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിച്ചോളട്ടെ, ഹല്ലേലൂയ, ഈ എന്തായിരുന്നു സ്വപ്നം? ഹല്ലേലൂയ. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ തിക്ത അനുഭവത്തിന്റെ മധ്യേ വാഗ്ദത്തം നമുക്ക് കിട്ടിയത് കൊണ്ട് പിന്നെ നമ്മുടെ ജീവിതം അങ്ങ് പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, നല്ല വഴിയിലായിരിക്കത്തില്ല. ആ വാഗ്ദത്തം ഒരിക്കലും നടക്കത്തില്ല എന്ന രീതിയിലുള്ള പ്രതികൂലം മുന്നേ വരും. എന്നാൽ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കിയ ദൈവഹിതത്തെ പറ്റി പൂർണ്ണ നിശ്ചയം പ്രാപിച്ച യാക്കോബ് എന്ത് ചെയ്യണമായിരുന്നു? യാക്കോബ് വിളിച്ചു പറയണമായിരുന്നു, നിങ്ങൾ എന്റെ കയ്യിൽ രക്തം പരണ്ട തുണി തന്നാലോ എന്റെ തലമുറ മരിക്കത്തില്ല. കാരണം ദൈവം അവനൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനും അവന്റെ അമ്മയും 11 മക്കളും അവനെ നമസ്കരിക്കും എന്നുള്ളൊരു ദൈവഹിതം അവനിൽ കിടപ്പുണ്ട്. അത് പൂർത്തിയാകാതെ യോസേഫ് പോകത്തില്ല. ഞാൻ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ യാക്കോബേ, യോസേഫിന്റെ ജീവന് മാത്രമല്ലായിരുന്നു ഗ്യാരണ്ടി, നിന്റെ 12 മക്കളുടെയും ജീവന് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. കാരണം യോസേഫ് കണ്ട സ്വപ്നത്തിൽ 11 സഹോദരന്മാരും നമസ്കരിക്കുന്നതായിട്ട് കണ്ടു. യാക്കോബേ, നിന്റെ ജീവന് ദൈവം ഗ്യാരണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവം സംഭവിക്കാതെ യാക്കോബേ നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ലായിരുന്നു. അല്ലെങ്കിൽ നിന്റെ ഒരു ഭാര്യയുടെ ജീവന് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. കാരണം സൂര്യനും ചന്ദ്രനുമേ നമസ്കരിച്ചുള്ളൂ. ഞാൻ ഓർക്കുകയായിരുന്നു, ആ സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ യാക്കോബ് തന്റെ 2 ഭാര്യമാർക്കും വേണ്ടി നിലവിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ അവസരത്തിൽ ഹല്ലേലൂയ ആ മറ്റേ ഭാര്യയെ കാണാൻ ഇടയുണ്ടായിരുന്നു. എന്നാൽ എന്ത് ചെയ്തു? യാക്കോബ് പതറിപ്പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശിമിയോനെ അവിടെ നിർത്തിയിട്ട് ബെന്യാമീനെ കൊണ്ടുവരാനായിട്ട് വരുമ്പോൾ യാക്കോബ് എണ്ണം എടുക്കുക. എനിക്ക് 12 പേരുണ്ടായിരുന്നു. യോസേഫ് പോയി, ശിമിയോൻ പോയി, ബെന്യാമിൻ പോയി. നഷ്ടങ്ങളുടെ കണക്ക് എണ്ണിക്കൊണ്ടിരിക്കുന്നതിന് പകരം യാക്കോബേ നീ തിരിഞ്ഞു നിന്നിട്ട് വിളിച്ചു പറയണമായിരുന്നു, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, പ്രതീക്ഷിക്കാൻ എനിക്ക് ഒരു വകയുമില്ലാത്ത അവസ്ഥയിൽ എന്നെ സ്വപ്നം കാണിച്ചിട്ട് അതുപോലെ തന്നെ
എന്നെ മടക്കി വരുത്തി എനിക്ക് ഓർമ്മ വരുത്തേണ്ടൻ അവിടെ യാഗപീഠം പണിയാ എന്ന് പറഞ്ഞ് എന്നെ പണിയിപ്പിച്ച ദൈവം തന്നെയാ എന്റെ തലമുറയെ സ്വപ്നം കാണിച്ചത്. അത് ഞാൻ കേട്ടതാ. അവനെ കുറിച്ചുള്ള ദൈവഹിതം അതിനകത്ത് എന്റെ തലമുറകളെ എല്ലാവരെ കുറിച്ച്, ശിമയോനെ പറ്റിയും അല്ലെങ്കിൽ ബെന്യാമിനെ പറ്റിയുള്ള ദൈവഹിതം ഉണ്ടായിരുന്നു. അത് പൂർത്തിയാകാതെ ദൈവം കാണിച്ച ദൈവഹിതം പൂർത്തിയാകാതെ എന്റെയോ എന്റെ തലമുറയുടെയോ ആയുസ്സിന് യാതൊരു കേടും വരത്തില്ല എന്ന് പൂർണ്ണ നിശ്ചയം പ്രാപിച്ചു വിളിച്ചു പറയേണ്ടതിന് പകരം യാക്കോബ് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. യാക്കോബ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലാക്കും, സകലവും എനിക്ക് പ്രതികൂലം. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, ദൈവവചനത്തിലൂടെയും നേരിട്ടും അല്ലാതെയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളവരാ. നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രയർ ഉണ്ട്, നിങ്ങൾക്ക് 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. അല്ലെങ്കിൽ പല ദൈവദാസിമാർ വന്ന് വാഗ്ദത്തങ്ങളും ദൈവവചനവും തന്നിട്ടുണ്ട്. എന്നാൽ അതിന് വിപരീതമായ വിഷയം മുമ്പിലോട്ട് വരുമ്പോൾ ഹല്ലേലൂയ നിലവിളിക്കുന്നതിന് പകരം വാക്കൊണ്ട് വിളിച്ചു പറയണം. യേശു ക്രിസ്തുവിൽ എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലോ യേശു ക്രിസ്തുവിൽ ഊവെന്നും മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു ഒരിക്കൽ ഊവെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആകത്തില്ല. അവൻ എന്നോട് കോഷ്കു പറയത്തില്ല. നാം അത് മറന്നിട്ട് നാം പരാതി പറയുമ്പോൾ ദൈവത്തെ അവിശ്വസിക്കുന്നതായിട്ടാണ് ദൈവം കണക്കിടുന്നത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് പിതാക്കന്മാരിൽ ഒരുവനാണ്. എന്നിട്ട് ഈ യാക്കോബ് കരഞ്ഞിട്ടുണ്ടല്ലോ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തോട് മല്ല് കെട്ടി പ്രാർത്ഥിച്ച് ജയിച്ചവനാ. എന്തായാലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്തായാലും കരയുന്നതിന്റെ കൂടെ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. എന്നാൽ ദൈവം ഒരു ദൂതനെ ഇറക്കിയില്ല കേട്ടോ, യോസഫ് ജീവനോടുണ്ടെന്ന് പറയേണ്ടതിന്. ഹല്ലേലൂയ. ദൈവം ഒരു സ്വപ്നം യാക്കോബിനെ കാണിച്ചില്ല, യോസഫ് ജീവനോടുണ്ടെന്ന് പറയേണ്ടതിന്. കാരണം ദൈവഹിതം മനസ്സിലാക്കിയ ദൈവ പൈതൽ ദൈവഹിതം മറന്നിട്ട് എത്ര നിലവിളിച്ചാലും എത്ര നെഗറ്റീവുകൾ പറഞ്ഞാലും അത് യാക്കോബാണെങ്കിൽ പോലും ദൈവം അനങ്ങത്തില്ല, സ്വർഗം അനങ്ങത്തില്ല. ഇന്ന് പകൽക്കാലം തലമുറയെ കുറിച്ച് വാഗ്ദത്തം കിട്ടിയിട്ട് അത് നടക്കാതിരിക്കുന്നത് കൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന, വാഗ്ദത്തത്തിനെതിരെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം ഇന്ന് പകൽക്കാലം നിർത്തിയിട്ട് തിരിഞ്ഞു നിന്ന് പറ, ആ വാഗ്ദത്തം പൂർത്തീകരിക്കാതെ എന്റെ ജീവൻ പോകത്തില്ല, എന്റെ തലമുറയുടെ ജീവൻ പോകത്തില്ല, എന്റെ കണ്ണുകൊണ്ട് തന്നെ ഞാനത് കാണും. വാഗ്ദത്തം സംബന്ധിച്ച് ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം നാം. നമുക്കറിയാം, ഈ യാക്കോബ് കരയുന്നത് മക്കൾ കണ്ടുകൊണ്ടേ ഇരിക്കുമല്ലേ. ഹല്ലേലൂയ. ഈ 11 മുതൽ ബെന്യാമീൻ അറിയത്തില്ല, ഈ 10 പേർക്കും അറിയാമല്ലോ. അവർക്ക് മനസ്സലിവ് തോന്നിയോ? ഇല്ല. അവരിൽ ആർക്കെങ്കിലും ഇത്രയും വർഷമായപ്പം ചെന്ന് പറയരുതായിരുന്നോ, അപ്പൊ യോസഫ് ജീവനോടുണ്ട്, കരയണ്ടെന്ന് പറയാമായിരുന്നല്ലോ. അല്ലെങ്കിൽ വാഗ്ദത്തം കിട്ടിയ ദൈവ പൈതൽ ദൈവത്തിന്റെ ഹിതം എന്തെന്നറിഞ്ഞിട്ടും പൂർണ്ണ നിശ്ചയം പ്രാപിക്കാതെ നിലവിളിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാം. തലമുറയുടെ ഹൃദയവും വീട്ടിലുള്ളവരുടെ ഹൃദയവും കൂടെ കഠിനമാകത്തേ ഉള്ളൂ. പകരം നീ എന്തോ ചെയ്യണമെന്നറിയാമോ? വാഗ്ദത്തത്തെ വിളിച്ചു പറയണം, വാഗ്ദത്തത്തെ വിളിച്ചു പറയണം. അല്ലെങ്കിൽ അങ്കി കൊണ്ട് തരുമ്പോഴും, രക്തം വരേണ്ട അങ്കി കൊണ്ട് തരുമ്പോഴും, യോസഫ് ജീവനോടില്ല എന്ന് പറയുമ്പോഴോ, ശിമയോനെ പിടിച്ചു വെച്ചു എന്ന് പറയുമ്പോഴും, ബെന്യാമിനെ കൂടെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച യാക്കോബേ, നീ പതറിപ്പോകാതെ നീ വാഗ്ദത്തം വിളിച്ചു പറഞ്ഞു മുട്ടേലിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഏലിയാവ് മഴയുടെ മുഴക്കം കാതിൽ കേട്ടു, കണ്ണിൽ കണ്ടില്ല. എന്നാൽ എന്ത് ചെയ്തു? മഴ പെയ്യുന്നിടം വരെ, കൈപ്പത്തി പൊങ്ങുന്നത് വരെ മുട്ടേലിരുന്നു. പ്രിയ ദൈവവൈതലേ, ഹല്ലേലൂയ. കാതിൽ കേട്ടത് ഒരു പാട്ടുണ്ടല്ലോ, കണ്ണാലെ കാണും. ഹല്ലേലൂയ. അതുവരെ നെഗറ്റീവ് പറഞ്ഞ് ഞാൻ ഓർക്കും, അത്രയും ഒരു ബ്രാക്കറ്റ് പീരീഡ് യാക്കോബ് കരഞ്ഞു തീർത്തു. ദൈവം ഉത്തരവാദി അല്ല കേട്ടോ. നമുക്ക് ദൈവം ഒരു 80 വയസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ദിവസം പോലും മുന്നോട്ട് കിട്ടത്തില്ല.
ഒരു 30 വർഷം കാര്യമില്ലാത്ത കാര്യത്തിന് നാം കരഞ്ഞു തീർത്താൽ ദൈവം ഉത്തരവാദിയല്ല. ഹല്ലേലൂയ. നാം സന്തോഷത്തോടെ ജീവിക്കണം. നാം ആരോഗ്യത്തോട് പല രോഗങ്ങൾ വരുത്തി വെക്കുക ഇതുമൂലം, അല്ലെങ്കിൽ എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവ പൈതലിനെ ജീവിക്കാൻ ആവശ്യമായ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് ദൈവം അവരോട് അറിയിച്ചിരിക്കും. ഇനി ആരോടെങ്കിലും അറിയിച്ചിട്ടില്ലെങ്കിൽ മുട്ടയിലിരുന്ന് ചോദിച്ചാൽ മതി, സ്വർഗം വെളിപ്പെടുത്തി തരും. എന്നാൽ ഹല്ലേലൂയ, വാഗ്ദത്തം കിട്ടിയത് കൊണ്ട് ഉടനെ അങ്ങ് വഴി തുറന്നു വരുവല്ല, പ്രതികൂലം മുന്നിൽ വരും. നിന്റെ പ്രതികരണം അറിയുവാൻ നീ എങ്ങനെ അതിനോട് പ്രതികരിക്കും, നീ പൂർണ്ണ നിശ്ചയം ഉള്ളവനാണോ എന്നറിയേണ്ടതിന് അല്ലെങ്കിൽ ശോധന മുമ്പിൽ വരും. നമുക്കറിയാം പൗലോസിനോട് പറഞ്ഞു റോമയിൽ എത്തിക്കുമെന്ന്, അല്ലെങ്കിൽ പറഞ്ഞ അതിന്റെ പിറ്റേ ദിവസം 40-ലധികം പേര് ഉപവാസം ഇരുന്ന് ഇവനെ ഹല്ലേലൂയ കൊല്ലാതെ ജലപാനം കഴിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തതറിയാമോ? ഹല്ലേലൂയ, ഇവനെ കൊണ്ട് കടലിലോട്ട് പോകുമ്പോ പ്രകൃതി അവനെതിരായി എഴുന്നേറ്റു. ഹല്ലേലൂയ. കടലും കാറ്റും അവനെതിരെ. വാഗ്ദത്തം എന്താ? റോമയിൽ എത്തിക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? 40 പേർ ഹല്ലേലൂയ ഉപവാസം, നമുക്ക് പറയാം പൂജയൊക്കെ ചെയ്യുകയാ. ഹല്ലേലൂയ. എന്തിന്? പൗലോസിനെ കൊല്ലേണ്ടതിന്. ഹല്ലേലൂയ. അടുത്തത് എന്താ സംഭവിക്കുക? പ്രകൃതി ശക്തികൾ ഇളകി, കാറ്റും കടലും ഇളകി. അടുത്തത് എന്താവാ? സൂര്യനും ചന്ദ്രനും പോലും മറഞ്ഞിരുന്നു കേട്ടോ. ഹല്ലേലൂയ. സൂര്യനും ചന്ദ്രനും മറഞ്ഞിരുന്നു. ഹല്ലേലൂയ. കേൾക്കാമായിരുന്നല്ലോ, ഒരു കോള് വന്നായിരുന്നു, കേൾക്കാമല്ലോ. സൂര്യനും ചന്ദ്രനും മറഞ്ഞിരുന്നു. ഹല്ലേലൂയ. നമ്മൾ പറയും ഹല്ലേലൂയ, നമുക്കതൊന്നും ഇല്ല, എന്നാലും പറയും എന്തുവാ നക്ഷത്ര ദോഷം എന്തുമായിക്കോട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ മറഞ്ഞിരുന്നു. അടുത്തത് നോക്കുമ്പോൾ ഹല്ലേലൂയ അതിനകത്തെ ആൾക്കാർ പറയാ തടവുകാരെ അങ്ങ് കൊന്നുകളയാം, കൂടെ യാത്ര ചെയ്യുന്നവർ എതിരെ നിൽക്കുക കൊല്ലാനായിട്ട്. എന്നാൽ വാഗ്ദത്തം പ്രാപിച്ച പൗലോസ് നല്ല വാഗ്ദത്തത്തിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ ദൂതനെ അയച്ചു. യാക്കോബ് ചെയ്തതുപോലെ പിറുവിറുത്തോണ്ടിരുന്നില്ല. ഒന്നും കൂടെ ഉറപ്പിക്കേണ്ടതിനാ പൗലോസിന്റെ അടുക്കൽ ദൈവം എന്ത് ചെയ്തു? ദൂതനെ അയച്ചിട്ട് പറയുകയാ, നീ ഭയപ്പെടേണ്ട. പിന്നെയും പറയാ, നിന്നെ ഞാൻ കൈസറിന്റെ മുമ്പിൽ നിർത്തും, റോമയിലെത്തിക്കും. നിന്നോട് അന്ന് പറഞ്ഞില്ലേ, ആരൊക്കെ എതിർത്താലും, ഏതൊക്കെ പൂച്ചകൾ ആരൊക്കെ ഉപവസിച്ചെതിരെ നിന്നാലും, അല്ലെങ്കിൽ ഏതൊക്കെ പ്രകൃതി ശക്തികൾ എതിരെയായാലും, സൂര്യനും ചന്ദ്രനും മറഞ്ഞിരുന്നാലും, കൂടെ നിൽക്കുന്നവർ ഹല്ലേലൂയ കൊല്ലാൻ പ്ലാൻ ഇട്ടാലോ, ഹല്ലേലൂയ ഞാൻ നിന്നെ എത്തിക്കും. എന്നിട്ട് പൗലോസ് പറയാ, പിന്നെ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, പിന്നെ മുന്നോട്ട് പോയപ്പോൾ അണലി കയറി കടിച്ചു. ഹല്ലേലൂയ. എന്നിട്ടും റോമയിലെത്തി. എന്നിട്ടും ചത്തു വീഴുമോ വീർത്തു നിൽക്കുമോ എന്നറിയാനായിട്ട് കാവൽ നിന്നിട്ടും ഹല്ലേലൂയ എന്ത് ചെയ്തു? റോമയിലെത്തി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഈ അണലി എന്തായിരുന്നു? പുബ്ലിയോസിന്റെ വീട്ടിലേക്ക് കയറാനുള്ള താക്കോല. ആ അണലി കടിച്ചത് കൊണ്ടല്ലേ പുബ്ലിയോസിന്റെ വീട്ടിൽ കയറാൻ പറ്റിയത്? അല്ലെങ്കിൽ ഏതാന്ന് അറിയാൻ മേലാത്തവരെ ആരെങ്കിലും വീട്ടിൽ കയറ്റുമോ? വീട്ടിൽ കയറി അണലി കടിച്ച കൈ കൊണ്ട് തന്നെ പുബ്ലിയോസിന്റെ വീട്ടിലുള്ള രോഗിയായവരെ സൗഖ്യമാക്കി, ആ ദേശത്തുള്ള രോഗികളെ സൗഖ്യമാക്കി. അല്ലെങ്കിൽ മടങ്ങുമ്പോൾ അശ്വനി ചിഹ്നമുള്ള കപ്പലും അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ അധികം ക്വാണ്ടിറ്റി കൂടിയ നന്മകളുമായി മടങ്ങുവാൻ കൃപ ചെയ്തു. ഇത് മാത്രമല്ല, അല്ലെങ്കിൽ വാഗ്ദത്തത്തിനെതിരെ ഇത്രേ ശക്തികൾ ഒന്നിച്ചു നിന്നിട്ടും അല്ലെങ്കിൽ പൗലോസ് റോമയിലെത്തി. പൗലോസ് റോമയിലെത്തി. ഇന്ന് വൽക്കാലം വാഗ്ദത്തത്തെ നോക്കി ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിലെ വാഗ്ദത്തത്തെ നോക്കിയിട്ട് പറ, ഞാനത് പ്രാപിക്കുക തന്നെ ചെയ്യോ, ഞാനത് അനുഭവിക്കുക തന്നെ ചെയ്യോ, എന്റെ തലമുറ അത് അനുഭവിക്കുക തന്നെ ചെയ്യോ, എന്റെ ഭവനത്തിൽ വരേണ്ടത് എന്റെ ഭവനത്തിൽ വരിക തന്നെ ചെയ്യോ. ദൈവം എന്നോട് അരുളി ചെയ്തതിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റാൻ കഴിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ടും
അറിയാത്തവനെ പോലെ കരഞ്ഞോണ്ടിരുന്നാൽ യാക്കോബ് ആണെങ്കിലും ഒരു സ്വപ്നം പോലും ദൈവം കാണിക്കത്തില്ല. ഒരു ദൂതനെ പോലും ദൈവം അയക്കത്തില്ല. വീട്ടിലുള്ള തലമുറയുടെ വരെയും ഹൃദയം കഠിനപ്പെട്ടതേ ഉള്ളൂ. കാരണം ദൈവവാക്യത്തെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കൊണ്ട് പ്രിയ ദൈവത്തെ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക. തലമുറയെ നോക്കി പ്രഖ്യാപിക്കുക, ശരീരത്തെ നോക്കി പ്രഖ്യാപിക്കുക, ഭാവിയെ നോക്കി പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇരമ്യാവിൽ പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടോ അല്ല യഹൂദ ഗ്രഹത്തോടും അരുളി ചെയ്ത നല്ല വചനം നിവർത്തിക്കുന്ന കാലം വരും. ഹല്ലേലൂയ. ദൈവം എന്താണോ നമ്മളോട് അരുളി ചെയ്തത് അതെല്ലാം നിവർത്തിക്കുന്ന ഒരു കാലമുണ്ട്. പറഞ്ഞേ അല്ലെങ്കിൽ ദൈവം എന്നോട് അരുളി ചെയ്ത എല്ലാ വചനങ്ങളും നിവർത്തിക്കുന്ന കാലം വരും. അതെന്റെ മുമ്പിലുണ്ട്. അത് ഞാൻ കാണും, അത് ഞാൻ അനുഭവിക്കും. അപ്പം ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിക്കാതെ കരഞ്ഞു തീർത്ത ഒരു യാക്കോബിനെ പറ്റി നാം കേട്ടു. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിച്ചില്ലെങ്കിൽ കരഞ്ഞ് 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 തീർക്കാം, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. അടുത്തത് നമുക്ക് നോക്കാം യോസെഫിനെ പറ്റി നോക്കിയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസെഫ് അനുഭവിച്ച കഷ്ടതയ്ക്ക് കയ്യും കണക്കുമില്ല. വാഗ്ദത്തം അവന് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ തന്നെ സഹോദരന്മാർ അവനെ വിൽക്കുക. അവനെ ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ത് ചെയ്തു? മിസ്രൈമിയെ കച്ചവടക്കാർക്ക് വിറ്റു. അവർ തീർച്ചയായിട്ടും അവനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് സാധനമാണ്? സാമ്പ്രാണി നറുമ്പശയൊക്കെ അതിനകത്ത് വേണോ വേണോ എന്ന് മിസ്രൈം മുതൽ കനാൻ വരെയും വിളിച്ചു പറയിപ്പിച്ചു കനാൻ മുതൽ മിസ്രൈം വരെയും വിളിച്ചു പറയിപ്പിച്ചു കാണും. ഹല്ലേലൂയ. പിന്നെ അവിടെ ചെന്ന് ഹല്ലേലൂയ പൊത്തിഫറിന്റെ വീട്ടിൽ വിറ്റു. അവിടെയും എന്ത് സംഭവിച്ചു? അവിടുന്ന് ജയിലിലേക്ക് പോയി. പ്രതികൂലത്തിന്റെ മേൽ പ്രതികൂലം. വാഗ്ദത്തം പ്രാപിച്ചവൻ, ദൈവത്തിന്റെ ഹിതം അറിഞ്ഞവന് ജീവിതത്തിൽ പ്രതികൂലത്തിന്റെ മേൽ പ്രതികൂലം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ എല്ലാം നോക്കുമ്പോണ്ടല്ലോ, ഈ പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോ 39:2 പറയുന്നുണ്ട് ഉൽപ്പത്തി, പൊത്തിഫറിന്റെ വീട്ടിൽ യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ഹല്ലേലൂയ. മിസ്രൈമിലെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് പൊത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോഴും ആര് യോസെഫിനോട് കൂടെയുണ്ട്? ഹല്ലേലൂയ, യഹോവ കൂടെയുണ്ട്. ഹല്ലേലൂയ. അടുത്തത് പറയുന്നുണ്ട്, ആ പൊത്തിഫറിന്റെ ഭാര്യ പാപം ചെയ്യാൻ അവനെ നിർബന്ധിക്കുമ്പോൾ ഹല്ലേലൂയ യോസേഫ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, 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 ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? തനിക്ക് വാഗ്ദത്തം കൊടുത്ത ദൈവത്തെ, താൻ വീട്ടിലായിരുന്നപ്പോൾ രുചിച്ചറിഞ്ഞ ദൈവത്തെ യോസേഫ് ആഴമായി വിശ്വസിച്ചു. യോസേഫ് മുറുകെ അങ്ങ് പിടിച്ചു. തന്റെ പ്രതികൂലത്തിന്റെ മധ്യേ ഒരിടത്തും പിറുപിറുക്കുന്നത് കാണുന്നില്ല. പകരം പറയുക, ഞാൻ ദൈവത്തോട് ദോഷം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. പാപം ചെയ്യുവാൻ അവസരം മുമ്പിൽ വന്നപ്പോഴും ഇത്രയൊക്കെ എനിക്ക് പറ്റിയതല്ലേ, ഞാൻ കണ്ടതല്ലാണ്ട് ദുസ്വപ്നമായിരിക്കും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പാപത്തിന് അടിമപ്പെടാതെ ഞാൻ യഹോവയോട് ദോഷം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന, തന്റെ വാ കൊണ്ട് പോലും ഒരു പാപം ചെയ്യാത്ത, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിച്ച ഒരു യോസെഫിനെ നാം കാണുന്നു. നമുക്കറിയാം ഹല്ലേലൂയ, അവൻ കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴും പറയുക, യഹോവ യോസെഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് കാരാഗര പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം കൃപ നൽകി. കാരാഗര പ്രമാണിയെ, യോസെഫിനോട് ദയ തോന്നാൻ നിനക്ക് എന്തെങ്കിലും ന്യായമുണ്ടോ? ഇല്ല. കാരാഗര പ്രമാണി നോക്കുമ്പോൾ സ്വഭാവ ദൂഷ്യ കുറ്റത്തിനകത്തു വന്നിരിക്കുന്നത്, അതും വീട്ടിലെ കൊച്ചമ്മയോട് സ്വഭാവ ദൂഷ്യം കാണിച്ചു. അല്ലെങ്കിൽ അതാണ് കേസ് ഷീറ്റ്. അതേ കാരാഗര പ്രമാണിക്ക് അറിയത്തുള്ളൂ ഇവൻ നല്ലവനോ പരമാർത്ഥ വ്യക്തിയോ എന്ന് അറിയത്തില്ല. ഇനിയും ഹല്ലേലൂയ യോസെഫിന് വേണ്ടി ഒരു വക്കീലിനെ വിടാൻ ആ ദേശത്ത് അവൻ ആരെങ്കിലും ഉണ്ടോ? അവന് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവന്റെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ഈ കാരാഗ്രഹ പ്രമാണിക്ക് അറിയാമോ? ഹല്ലേലൂയ. അവന്റെ വംശക്കാരനാണോ? അവന്റെ ഭാഷക്കാരനാണോ? അല്ലേ, അല്ല. എന്നാൽ യഹോവ കൂടിയിരുന്നത് കൊണ്ട്, യഹോവ കൂടിയിരുന്നത് കൊണ്ട് ഹല്ലേലൂയ കാരാഗർ പ്രമാണിക്ക്
എനിക്ക് ദയ തോന്നി. ആ ദയയുടെ അപ്പുറത്ത് പറയാ കൃപയാണെന്ന്. അർഹിക്കാത്ത ദയ. അല്ലല്ലേ യോസേപ്പെ, കാരാഗിര പ്രമാണിക്ക് നിന്നോട് ദയ കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നെഗറ്റീവ് കിടക്കുക. എന്നാൽ അധികാരികളെ കൊണ്ട് അല്ലല്ലേ ദയ തോന്നിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അല്ലല്ലേ വെളിപ്പെടട്ടെ. നമുക്കറിയാം അല്ലല്ലേ എസ്തറിന് അല്ലലിയ, ഞാൻ മിക്കവാറും പറയാറുള്ളതാ, എസ്തറിന്റെ ബയോഡേറ്റ നോക്കിയാൽ, വസ്തിയെ മാറ്റി എസ്തറിനെ എടുക്കുമ്പോൾ ബയോഡേറ്റ നോക്കിയാൽ അല്ലലിയ അനാഥ, പേരൻസ് നിൽ, അനാഥ, അന്യജാതിക്കാരി, ഹല്ലേലൂയ, ഭാഷ അവരുടെ ഭാഷ അറിയത്തില്ല, വേറെ ലാംഗ്വേജ് അറിയത്തുള്ളൂ. ഇപ്പൊ ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ലെന്ന് പറയുന്ന പോലൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ രീതിയിലും പ്രവാസി, അടിമ, നാഷണാലിറ്റി ചോദിക്കുമ്പോൾ പറയുക അടിമ, പ്രവാസിയ. ഹല്ലേലൂയ, എസ്തേറെ നിന്റെ ബയോഡേറ്റ മുഴുവൻ നെഗറ്റീവാ. നിനക്ക് രാജാവിന്റെ സന്നിധി ചെല്ലാൻ, രാജ്ഞിയായി ചെല്ലാൻ അവകാശമില്ല. എന്നാൽ നിന്റെ ബയോഡേറ്റ കണ്ടിട്ടല്ല ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പകരം നിന്നെ കണ്ടപ്പോഴേ നിന്നോട് ഇഷ്ടം തോന്നത്തക്ക രീതിയിൽ അല്ലെ ദൈവം രാജാവിന്റെ ഹൃദയത്തെ മാറ്റി. ചില അധികാരികളുടെ ഹൃദയങ്ങളെ മാറ്റുന്ന ദിനങ്ങളായി ഇന്ന് പകൽക്കാലം മാറട്ടെ. യഹോവ കൂടിയിരുന്നാൽ വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, കഴിവിന്റെ കൂടുതൽ കൊണ്ടല്ലേ, അല്ല, ചിലതിനെ മാറ്റി നിന്റെ നെഗറ്റീവുകൾ ഇരിക്കെ തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, അങ്ങനെ ആയപ്പോൾ നമുക്കറിയാം യോസേപ്പിന് എന്തുണ്ട്? ദൈവത്തോട് അടുത്ത ബന്ധമുണ്ട്. ദൈവഭക്തനായിരുന്നു, ദൈവത്തോട് പിറുപിറുക്കത്തില്ലായിരുന്നു. കാരാഗ്രഹത്തിൽ വെച്ച് ഹല്ലേലൂയ അപ്പപ്രമാണിയും ഹല്ലേലൂയ പാനപാത്ര പാചകനും കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം പറയാനിടയായി. വീട്ടിൽ വെച്ച് സ്വപ്നം കാണാനേ അറിയത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പം അല്ലെ പ്രതികൂലത്തിന്റെ മധ്യേ ഞാനും പാതാളത്തിൽ പോകുന്നു പറഞ്ഞിരിക്കുകയല്ലായിരുന്നു, കൃപ വർദ്ധിക്കുകയായിരുന്നു. അല്ലെ വാഴ്ത്തത്വം ലഭിച്ച ദൈവവൈതലേ, ജീവിതത്തിൽ വാഴ്ത്തത്വം നിവർത്തി ഒരിക്കലും കാണത്തില്ല എന്ന് പറഞ്ഞ പൗലോസിന് വന്ന അത്ര ആർക്കുമില്ലല്ലോ. സൂര്യനും നക്ഷത്രവും വരെ അസ്തമിച്ചു പോയില്ലേ, ഇല്ലാതായില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിന്നിട്ടോ അതിലെ വാഴ്ത്തത്വം നിവർത്തി കാണത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നീ ആ വാഴ്ത്തത്വത്തിലോട്ട് പിടിച്ച് മുട്ടയിലിരുന്ന് പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിക്കണം. ഇത് പ്രഖ്യാപിക്കുമ്പോൾ നീ നിന്റെ വാഴ്ത്തത്വത്തിലേക്ക് അടുക്കും. മാത്രമല്ല നിന്റെ കൃപ വർദ്ധിക്കും. സ്വപ്നം കാണുന്ന നിന്നെ കൊണ്ട് മറ്റുള്ളവർ കാണുന്ന സ്വപ്നത്തിന്റെ അർത്ഥം പറയാനും ദൈവം ഇടയാക്കോ. ഒരു ദൈവവൈതലിന്റെ ശോധനയിൽ അവൻ തളർന്നു പോകത്തില്ല. കണ്ണുനീർ താഴ്വരെ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കുന്നു, സ്റ്റോറേജ് ചെയ്യുക കണ്ണുനീരെല്ലാം. ജലാശയം എന്ന് വെച്ചാൽ ഒരു കുഴി, വെള്ളം കിടക്കുന്ന ഒരു സ്ഥലത്തിനാ നമുക്ക് പറയാം ഒരു ടാങ്ക് എന്ന് പറയാം. ഹല്ലേലൂയ, ടാങ്കിൽ നിറയ്ക്കുക. ഹല്ലേലൂയ. അടുത്തത് പറയാ മുൻമഴയാണെന്നത്. ഏതു വിഷയത്തിനാണോ ഇന്ന് കരയുന്നത്, നല്ല തളിര് കിളുത്തു വരേണ്ടതിന്, നല്ല വിത്ത് പുഷ്ടിയോടെ പുറത്തു വരേണ്ടതിന് അതൊരു മുൻമഴയാണെന്ന് ഇന്ന് പകൽക്കാലം പ്രഖ്യാപിച്ച് കരയിപ്പിക്കുന്ന വിഷയമുണ്ടല്ലോ, ഇതുകൊണ്ട് ഞാൻ ഇല്ലാതായി തീരത്തില്ല, ഇതിനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അല്ലല്ലേ ശല്ലരി. അത് മാത്രമല്ല അല്ലല്ലേ നമുക്കറിയാം, കൃഷിക്കാരോട് ചോദിച്ചാൽ ചേനയൊക്കെ നടണേ മഴ പെയ്യുമ്പോഴാ ഒട്ടനെ കൊണ്ട് നടുന്നേ. വളമിടണമെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴാ എന്ന് പറഞ്ഞതുപോലെ ചില മുള അല്ലെങ്കിൽ നാളുകളായി മണ്ണിട്ട് മൂടി വെച്ചേക്കുന്ന മുള പുറത്തു വരേണ്ടതിനുള്ള മുൻമഴയാ. എന്നിട്ട് പറയുക അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുമെന്ന്. മെഡിക്കൽ സയൻസ് പറയും കരയല്ലേ, വിഷാദിക്കില്ലേ, കരഞ്ഞാൽ അല്ലെ മറ്റു ആസിഡുകളൊക്കെ ഉണ്ടാകും, ശരീരത്തിൽ രോഗമുണ്ടാകും, ആൻസൈറ്റി ഉണ്ടാകും, വിഷാദ രോഗമുണ്ടാകും. എന്നാൽ ദൈവഹിത പ്രകാരം, വ്യവസ്ഥ പ്രകാരം ദൈവസന്നിധി ഇരുന്നവരിനോട് പറയാ മേൽക്കുമേൽ ബലം പ്രാപിക്കും. അത് മാത്രമല്ല എല്ലാവരും സിയോനിൽ ദൈവസന്നിധി ചെന്നെത്തും.
എടുത്തോ. ദൈവത്തിന്റെ അൾട്ടിമേറ്റ് എയിം അതാ, അവിടെ കൊണ്ട് ചെന്നെത്തിക്കണം. അതിനുള്ള ചില ബാലശിക്ഷകൾ മാത്രമായി ഇന്ന് അനുഭവിക്കുന്നത്. പക്ഷേ അത് അനുഭവിക്കുന്നതിന് മുമ്പേ തീർച്ചയായും ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവത്തിനെ തകർന്നു പോകാതെ അവൻ എന്നോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കോ. അല്ലെങ്കിൽ ഞാൻ പാതാളത്തിൽ ചെന്നല്ല കാണുന്നത്, പകരം ഞാൻ അവന്റെ മുമ്പിൽ നമസ്കരിച്ച് അവനെ കാണും എന്ന് യാക്കോബ് പറയേണ്ടതായിരുന്നു. എന്നാൽ യോസേഫ് വിശ്വസിച്ചു. നമ്മൾക്കറിയാം, വേറൊരാൾ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്ത യോസേഫിന് താൻ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം തീർച്ചയായും അറിയത്തില്ലയോ. യോസേഫിന് അവനെ ദൈവം കാണിച്ചത് എന്താണെന്നോ അത് നടക്കേണ്ട വിഷയവും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവന് ഭാഷ അറിയാമായിരുന്നു. സഹോദരന്മാരെ കണ്ടപ്പോ മനസ്സിലായി, എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിച്ച യോസേഫ് ഒരിക്കലും പിറുവിറുത്തുകൊണ്ടിരുന്നില്ല. പാനപാത്രവാഹകൻ മറന്നിട്ടും പിറുവിറുത്തുകൊണ്ടിരുന്നില്ല. ഇതെന്റെ ഒരു പിടിവള്ളി എന്ന് കരുതിയതാ, എന്നിട്ടും പിറുവിറുത്തില്ല. ഹല്ലേലൂയ. വിശ്വസ്തയോടെ നിന്നവനെ തേടി രാജാവാളയച്ചു. രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി കളഞ്ഞു കേട്ടോ. രാജാവ് ഇനി ഉറങ്ങണമെങ്കിൽ ഹല്ലേലൂയ യോസേഫേ നീ അവിടെ ചെന്നാലേ പറ്റത്തുള്ളൂ. രാജാവാള ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അതുകൊണ്ട് ഈ നാളുകളിൽ പിന്നെയും വാഗ്ദത്തം കേൾക്കാനിരിക്കാതെ കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി അല്ലല്ല ദൈവസന്നിധിയിൽ അല്ലല്ല യിരെമ്യാവിനോട് പറഞ്ഞോണ്ട് എന്നോട് വാദിക്കാമോ? ദൈവസന്നിധി പറ, അപ്പാ നീ എന്നോട് പറഞ്ഞതാ, അത് കാണും വരെ ശത്രു എന്റെ മേൽ ജയിക്കത്തില്ല. ശത്രു കൊണ്ടുവരുന്ന എന്തു പ്രതികൂലമാണെങ്കിലോ ഇതൊക്കെ എന്നെ പേടിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. സ്വർഗം എന്നോട് പറഞ്ഞത് മാത്രമേ നിവർത്തിക്കത്തുള്ളൂ. സംഗീതക്കാരൻ പറയുന്നുണ്ട്, യഹോവേ നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. ഹല്ലേലൂയ. പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് എന്തോ ചെയ്യണം? എന്നോട് പറഞ്ഞ വചനത്തെ എനിക്ക് പ്രത്യാശിക്കാൻ ഒരർഹതയും ഇല്ലായിരുന്നു, എനിക്ക് ആശിക്കാൻ ഒരർഹതയും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തകർന്നു പോയതാ, ഞാൻ ഇല്ലാതായി തീർന്നതാ. അപ്പോഴാ അങ്ങെന്നോട് പറഞ്ഞത്, ആ വചനത്തെ അങ്ങൊന്ന് ഓർക്കണമേ, അങ്ങാണ് എന്നെ പ്രത്യാശിക്കുമാറാക്കിയത്. ഇന്ന് പൽക്കാലം പ്രിയ ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട് പ്രസംഗം എത്ര കേട്ടിട്ട് ഒരു കാര്യമില്ല. ഇന്ന് പൽക്കാലം പറ, അപ്പോ എനിക്ക് ഒരാശയം ഇല്ലാതിരുന്ന സമയത്ത്, എനിക്ക് ഒരു പ്രത്യാശയും ഇല്ലാതിരുന്ന സമയത്ത് അങ്ങാണ് എന്നോട് സംസാരിച്ചത്. ആ വചനത്തെ എന്നോടൊന്ന് ഓർക്കണമേ, എന്റെ തലമുറയോടൊന്ന് ഓർക്കണമേ, എന്റെ ഭാവി ജീവിതത്തോടുള്ള ബന്ധത്തിലൊന്ന് ഓർക്കണമേ. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാ. ദൈവമേടയാക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടം കൊണ്ട് തീർന്നില്ല കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ. യോസേഫിന്റെ ആ പൂർണ്ണ നിശ്ചയം മരിക്കാറായപ്പം പറയുക, എല്ലാത്തിനെയും വിളിച്ച് കീഴെ നിർത്തിയിട്ട് കൂടെ നിർത്തിയിട്ട് പറയുകയാ, അല്ലെ നമ്മുടെ ദേശം ഇതല്ല, പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശമുണ്ട്, അവിടേക്ക് നിങ്ങൾ പുറപ്പെടും. എന്തൊരു പൂർണ്ണ നിശ്ചയം. വിളിച്ചു പറയുക, ഞാൻ മരിക്കാൻ പോകുക, എന്നാൽ ഇവിടത്തേക്കുള്ളവരല്ല നമ്മൾ. കനാനിലേക്കൊരു യാത്രയുണ്ട്. അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തോ നിങ്ങൾ പുറപ്പെടുന്ന കാലം എത്ര വർഷത്തിന് ശേഷമുള്ള കാര്യമാ പറയുന്നത്. അല്ലല്ല അവിടേക്ക് എന്തൊരു ദീർഘവീക്ഷണമല്ല, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവനായിരുന്നു. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവനായിരുന്നു. അവനൊരു കുലുക്കവുമില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ, അത് വർഷം എത്രയായാലും, ഇനി ഞാൻ മരിച്ചാലും അത് നടക്കും. അതുകൊണ്ട് ആ മരണസമയത്ത് പറയുന്നത്, നിങ്ങൾ പോകുമ്പോൾ എന്റെ എല്ലുകളും കൂടെ കൊണ്ടുപോകണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഭവമാണ്, ഈ 10ാം ബാധയായ കടിഞ്ഞൂൽ സംഹാരം നടന്നപ്പോഴാ ഇസ്രായേൽ ജനം അവിടുന്ന് പുറപ്പെടുന്നത്. 10ാം ബാധ നടന്നപ്പം മിസ്രൈമിലെ എല്ലാ
എല്ലാ കൂടാരങ്ങളിലും മരണം നടന്നിട്ടുണ്ട്. 1ഉം 2ഉം ഒക്കെ മരണം നടന്നിട്ടുണ്ട്. ഒത്തിരി മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പൊ ആ വീട്ടിലെ അപ്പൻ മൂത്ത മകനാണെങ്കിൽ അപ്പൻ മരിച്ചിട്ടുണ്ട്. ആ അപ്പന്റെ മൂത്ത മോൾ ആരാണോ അത് മരിച്ചിട്ടുണ്ട്. മോനോ മോളോ ആണെങ്കിലും മരിച്ചിട്ടുണ്ട്. അവർക്ക് മക്കളുണ്ടെങ്കിൽ അതിന്റെ മൂത്ത മരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വീട്ടിൽ എത്രത്തോളം മരണങ്ങൾ നടന്നു. അല്ലെങ്കിൽ അവിടെ എല്ലാം എന്ത് ചെയ്യാം, കുഴി വെട്ടുന്ന സൗണ്ട് കേൾക്കാം, മമ്മട്ടിയിട്ട് മണ്ണും വെട്ടുന്ന സൗണ്ട് കേൾക്കാം. ഇതേ സൗണ്ട് ഇസ്രായേൽ കൂടാരത്തിലും കേൾക്കാം കേട്ടോ, മണ്ണ് മാന്തുന്ന സൗണ്ട്. പക്ഷേ കുഴിച്ചിടാനല്ല, വാഗ്ദത്തം വിളിച്ചു പറഞ്ഞ് മരിച്ച ഭക്തന്റെ അസ്ഥി എടുക്കുന്ന സൗണ്ട് കേട്ടോ. വാഗ്ദത്തത്തെ മാന്തി എടുക്കുന്ന ശബ്ദമാ അവിടെ കേൾക്കുന്നത്. മണ്ണിട്ടു മൂടിയതിനെ, അല്ലെങ്കിൽ മണ്ണിട്ടു മൂടിയതിനെ, അല്ലെങ്കിൽ മാന്തി പുറത്തിറക്കുന്ന ശബ്ദമാ ഇസ്രായേൽ കൂടാരത്തിൽ കേൾക്കുന്നത്. പ്രിയ ദൈവത്തിലെ, നിന്റെ കൂടാരത്തിൽ കേൾക്കേണ്ടത് ഹല്ലേലൂയ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം കേൾക്കട്ടെ. ശത്രു മൂടിയിട്ട് മണ്ണിട്ട് മൂടിയതിനെ, ചിലതിനെ മാന്തി എടുക്കുന്ന ദിവസങ്ങളായി. ഈ ദിവസങ്ങൾ മാറട്ടെ. അതിനെന്തോ ചെയ്യണം? വാഗ്ദത്തത്തിൽ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചോണോ, വാഗ്ദത്തം വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരുന്നോണോ, സംശയിക്കാനേ പാടില്ല. ഹല്ലേലൂയ. അടുത്തത്, അപ്പം പൂർണ്ണ നിശ്ചയം പ്രാപിക്കാത്ത യാക്കോബിനെ കണ്ടു, കരഞ്ഞു കരഞ്ഞു തീർത്തു, ദൈവം ഉത്തരവാദിയല്ല. അടുത്തത്, പൂർണ്ണ നിശ്ചയം പ്രാപിച്ച യോസെഫിനെ കണ്ടു. ഹല്ലേലൂയ. മരിക്കുമ്പോൾ പോലും വാഗ്ദത്തം വിളിച്ചു പറഞ്ഞിട്ട് മരിക്കുന്ന യോസെഫിനെ കണ്ടു. അടുത്ത നമ്മൾക്ക് കാണാം സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. യഹോവ പിന്നെയോ മോശയോട് അരുളിച്ചത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റ നോക്കേണ്ടതിന് ആളുകളെ അയക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, ദേശം ഒറ്റ നോക്കാൻ. ആ പറയുന്നതിനകത്ത് എന്താ പറയുന്നത് അറിയാമോ? മോശയോട് അരുളിച്ചത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന, എന്റെ ദൈവത്തിനെ നിനക്കുള്ളതാ, അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വന്നാ മതി. അല്ലല്ലേ? അബ്രഹാമിനോട് ഇസാക്കിനോട് യാക്കോബിനോടും അരുളി ചെയ്തതാ. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണം? അല്ലല്ലേ? മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് എന്തിനാ? കനാനിലെത്താനാ. ഇപ്പൊ അങ്ങോട്ട് ഒറ്റ നോക്കാൻ വിടുമ്പോ ഒന്നും കൂടെ വാഗ്ദത്തം ഓർമ്മിച്ചു കൊടുത്തു ദൈവത്തിന്റെ കരുണ കൊണ്ട്. അല്ലെ, ഞാൻ കൊടുപ്പാനിരിക്കുന്ന ദേശം ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 12 പേര് പോയി, 10 പേര് കണ്ടേച്ച് തിരിച്ചു വന്നിട്ട് പറയുക. ഹല്ലേലൂയ. എങ്കിലും അവനോട് കൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിന്റെ നേരെ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വാഗ്ദത്തം, ദൈവഹിതം പൂർണ്ണ നിശ്ചയം പ്രാപിച്ചില്ലെങ്കിൽ പറയുന്ന അവസ്ഥകളാണ് ഇതൊക്കെ കേട്ടോ. ദൈവഹിതം അറിഞ്ഞിട്ട് അതിൽ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചില്ലെങ്കിൽ നിൽക്കാൻ കഴിയത്തില്ല, തെന്നി പൊക്കൊണ്ടേ ഇരിക്കും. അതിൽ അങ്ങനെ ഉള്ളവർ പോയി കണ്ടേച്ച് വന്ന് പറയുക, ആ ജനത്തിന്റെ നേരെ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. അടുത്തത് പറയാം, അവർ നമ്മിലും ബലവാന്മാരാണെന്ന്. ഹല്ലേലൂയ. നമ്മിലും എന്താണ്? ബലവാന്മാരാണെന്ന് പറയുക. അടുത്തത് പറയുക, ഹല്ലേലൂയ, ആ ദേശം മനുഷ്യരെ തിന്നുന്ന ദേശമാണ്, ദുർവർത്തമാനം പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആരെ പോലെ തോന്നി എന്ന് പറയാ? വെട്ടുക്കിളിയെ പോലെ തോന്നിയെന്ന്. ഞാനത് ഒന്നും കൂടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറയാം. ഹല്ലേലൂയ. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നാമത് സംഭവിക്കുന്നത്, നിന്റെ പ്രശ്നം വലുതായി. നിന്റെ പ്രശ്നം വലുതും നീ വെട്ടുക്കിളിയെ പോലെ ആയിത്തീരും. അല്ലെങ്കിൽ നിന്റെ പ്രശ്നം നിന്നെ തിന്നുകളയുമെന്ന് നിനക്ക് തോന്നും. അല്ലെങ്കിൽ പകരം എന്തോ ചെയ്തോണം? ദൈവത്തിന്റെ ഹിതം, ദൈവം പറഞ്ഞതിനെ അങ്ങ് മുറുകെ പിടിച്ചോണം. എത്ര വലിയ പ്രശ്നം വന്നാലും എന്റെ അപ്പൻ പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാതെ അതിനെ അവിശ്വസിച്ചുകൊണ്ട് പ്രശ്നത്തെ നോക്കിയാൽ പ്രശ്നം വലുതായി തോന്നും. രണ്ടാമത് സംഭവിച്ചത് 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ കിടപ്പുണ്ട്. ഞാൻ അത് നിങ്ങളിപ്പം വായിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത് സംഭവിച്ചത് എന്താ പറയാ? ഉറക്ക നിലവിളിച്ചു. യാക്കോബിന് ചെയ്തതുപോലെ തന്നെ. പൂർണ്ണ നിശ്ചയം പ്രാപിക്കാത്തവർക്ക് എല്ലാം സംഭവിക്കുന്നതാ, ഉറക്ക നിലവിളിക്കേണ്ട വരിക. മൂന്നാമത് എന്തോന്നറിയാമോ? രാത്രി മുഴുവനും കരഞ്ഞു, കിടക്കെ അങ്ങ് പില്ലോ എല്ലാം വെള്ളമാക്കുക, കരയുക,
സ്വസ്ഥതയില്ല, കണ്ണും കുഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കിറങ്ങിയിരിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ വീട്ടിലും സ്വസ്ഥതയില്ല, വീട്ടുകാർക്കും സ്വസ്ഥത കൊടുക്കത്തില്ലാത്ത അവസ്ഥയിൽ. എന്നാൽ പ്രിയ ദൈവത്തിലെ ദൈവഹിതം അങ്ങ് വിളിച്ചു പറയണം. അല്ലെങ്കിൽ പ്രതികൂലം അങ്ങോട്ട് ഉയരുമ്പോൾ ഇതല്ല നടക്കാൻ പോകുന്നത്, ദൈവം എന്നെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇതാ, ദൈവത്തിന്റെ ഹിതം ഇതാ, ഇതേ നടക്കത്തുള്ളൂ എന്ന് വിളിച്ചു പറയണം. അടുത്തത് എന്താ അറിയാമോ? അപ്പൊ ഒന്നാമത് പ്രശ്നം വലുതായിട്ട് തോന്നി, ഉറക്കം നിലവിളിച്ചു, രാത്രി മുഴുവനും കരഞ്ഞു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തത് എന്താ പറയാ? മോശയ്ക്ക് മകരോന് നേരെ അല്ലെ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന ദൈവമക്കളുടെ കുഴപ്പമാണ്, അല്ലെ ദൈവദാസന്മാരുടെ കുഴപ്പമാണ്, അല്ലെ എന്ന് പറഞ്ഞ് പിറുപിറുക്കാൻ തുടങ്ങി. അടുത്തത് പറയുക, തങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. യാക്കോബ് ഇത് തന്നെ പറഞ്ഞ, ഞാൻ പാതാളത്തിൽ ഇറങ്ങും, ഞാൻ അങ്ങ് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണ നിശ്ചയം പ്രാപിക്കാത്തവരുടെ രോഗലക്ഷണങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഈ രോഗത്തിൽ ഏതെങ്കിലും, ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണം, അല്ലെങ്കിൽ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ കൂടെ ഉൾപ്പെടുത്തിയുള്ളതാ കേട്ടോ. ഹല്ലേലൂയ. അടുത്തത് പറയാം, ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയാ മതിയായിരുന്നു. അയ്യോ ഇവിടെ നിന്നിട്ട് എന്താ, ഞാൻ ഈയിടെ ഒരു മീറ്റിങ്ങിന് കയറിയപ്പോൾ ഒരു ദേവദാസി പറയുന്നത് കേട്ടു, അയ്യോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് ചർച്ചിലെ വഴക്ക് കണ്ടോണ്ടാ പറഞ്ഞ. എനിവേ വരണ്ടായിരുന്നു, അത് നമ്മുടെ വായിലൂടെ വരാനേ പാടില്ല. ഹല്ലേലൂയ. ഇവിടെ പറയാം, ഇസ്രായേലിലേക്ക് മടങ്ങി പോകുന്നത് ഞങ്ങൾക്ക് നല്ലത്. അപ്പൊ ദൈവഹിതം അറിഞ്ഞിട്ടും അതറിയാത്തവരെ പോലെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചില്ലെങ്കിൽ ഒന്നാമത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ വലുതായിട്ട് തോന്നും. രണ്ടാമത് ഹല്ലേലൂയ ഉറക്കെ നിലവിളിക്കേണ്ട അവസ്ഥ വരും. മൂന്നാമത് സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, രാത്രി മുഴുവൻ കരയേണ്ട വരും. നാലാമത് ഹല്ലേലൂയ അഹരോനും മോശയ്ക്കും എതിരെ ഹല്ലേലൂയ പിറുപിറുക്കേണ്ടത് വരുവാ. അഞ്ചാമത് മരിച്ചുപോയെങ്കിൽ മരണത്തെ ആഗ്രഹിക്കുക. ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല, മരിച്ചു പോയിരുന്ന എന്തിനാ തരാമെന്ന് പറഞ്ഞ ദേശം പോയി നോക്കിയിട്ട് കണ്ടിട്ട് വന്നാ പോരായിരുന്നു? ഹല്ലേലൂയ. വന്ന് ദുർവർത്തമാനം പറഞ്ഞത് നിമിത്തം ഹല്ലേലൂയ മരിച്ചാ മതി എന്ന് ആഗ്രഹിക്കുക. അടുത്തത് പറയുക, അയ്യോ ആ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയാ മതിയായിരുന്നു, ഫറവോന്റെ അടി കൊണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സുഖമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ 10 പേര് വന്ന് ഇത് പറഞ്ഞ് ഇത്രത്തോളം പ്രശ്നം സഭയിൽ ജനത്തിന്റെ ഇടയിൽ ഉണ്ടാക്കിയപ്പോൾ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച 2 പേർ, ഹല്ലേലൂയ, അവര് പോയിട്ട് വന്നിട്ട് പറയാ, ഈ 12 പേരും 2 കൂട്ടരും കണ്ടത് ഒരേ ദേശമാണ്, 2 കൂട്ടരും കണ്ടത് ഒരേ ജനത്തെയാ, ഒരേ വിഷനാ. എന്നാൽ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചവർ ദൈവഹിതത്തെ പറ്റി, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ പറ്റി ഉറപ്പുള്ളവൻ പറയുകയാ, അല്ലെ ഞങ്ങൾ സഞ്ചരിച്ച ദേശം എത്രയും നല്ല ദേശം. ഹല്ലേലൂയ. അടുത്തത് പറയാ, യഹോവയോട് മത്സരിക്കുക മാത്രം ചെയ്യരുതേ, അതിന് നിൽക്കരുതേ. ഹല്ലേലൂയ. അടുത്ത പറയാ, നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ അവരെ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഒരു കൂട്ടം ജനം അലറിക്കരഞ്ഞ് പിറുപിറുത്തുകൊണ്ട് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ദൈവം പറഞ്ഞതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന യോശുവയെ ഹല്ലേലൂയ, മോശയ്ക്ക് ശേഷം ദൈവം നിന്നെ നിർത്തും. മോശയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ ജനത്തിന്റെ മുമ്പിൽ നിന്നെ മാന്യനാക്കും, ജനം കാണുക നിന്നെ ഉയർത്തും. ആവർത്തനം 4-ാം അധ്യായത്തിലുണ്ട്, സകല ജനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ യോശുവയെ വലിയവനാക്കി. അടുത്തത് പറയുകയാ, ഹല്ലേലൂയ, നമ്മൾക്കറിയാം ഹല്ലേലൂയ, ഏത് ദേശമാണോ കണ്ടത് ആ ദേശത്ത് ചെന്ന് ഈ പിറുപിറുത്തവരുടെ സന്തതിക്ക് എന്ത് ചെയ്തെന്നറിയാമോ? ദേശം വിഭാഗിച്ചു കൊടുത്തു. അധികാരോ ഹല്ലേലൂയ, മോശയോട് കൂടി ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടിയിരിക്കാം. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഓരോ മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. അതുകൊണ്ട് ദൈവഹിതം പ്രാപിച്ച യോശുവയെ നിന്റെ മുമ്പിൽ ഒരുത്തനും നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പകരം നീ ചിലത് അളന്ന് വിഭാഗിച്ചു കൊടുക്കും. അടുത്തത് യോശുവ പറയുന്നുണ്ട്, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിന്റെ അർത്ഥം യോശുവയുടെ കുടുംബവും എവിടെ എത്തി? കനാനിലെത്തി. യോശുവയുടെ കുടുംബവും എവിടെ എത്തി? കനാനിലെത്തി. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം
പ്രാപിച്ച ദൈവത്തിലെ അല്ലല്ല ദൈവം നിന്നെ അതിലൂടെ തന്നെ നടത്തി. അതിന് ദൈവം അല്ലല്ല നിന്നെ കനാനിൽ എത്തിക്കും. ആ ദൈവം നിന്നോട് പറഞ്ഞത് നീ അനുഭവിക്കും. അത് നീ വിഭാഗിച്ചു കൊടുക്കും. നിന്റെ തലമുറയും അത് അനുഭവിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഇനി യോശുവ മാത്രമല്ലായിരുന്നല്ലോ, കാലേബും ഉണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ. കാലേബിനെ പറ്റി പറയുക 14:24 പറയുക, എന്റെ ദാസനായ കാലേബോ അവൻ വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവന്റെ സന്തതി അത് കാലേബേ നീ പോയി കണ്ടു വന്ന പറഞ്ഞ ആ ദേശമുണ്ടല്ലോ, അവിടേക്ക് നിന്നെ മടക്കി എത്തിക്കും. അല്ലല്ല നീ പ്രവചിച്ച ദേശമുണ്ടല്ലോ യഹോവ തന്നിരിക്കുന്നുവെന്ന് നീ പ്രവചിച്ചല്ലോ. പ്രതികൂലത്തിന്റെ മധ്യേ 10 പേർ വേറെ രീതി പറഞ്ഞപ്പോഴും വിശ്വാസത്താൽ അല്ലല്ലേ ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിച്ചിട്ട് പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞ് നീ പ്രവചിച്ച വിഷയമുണ്ടല്ലോ, അത് നിന്റെ സന്തതിക്ക് കിട്ടും കേട്ടോ. മറ്റൊരാൾ പ്രവചിക്കാൻ നിൽക്കല്ലേ. അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ നോക്കി, നമ്മുടെ വിഷയങ്ങളെ നോക്കി നാം തന്നെ ഒന്ന് പ്രവചിച്ചാട്ട് അല്ലെങ്കിൽ യെഹെസ്കേലിനെ ഹല്ലേലൂയ താഴ്വരയിലേക്ക് കൊണ്ടുപോയിട്ട് പറയുക, ഹല്ലേലൂയ ഏറ്റവും ഉണങ്ങിയതാ, ചിതറിക്കിടക്കുന്നതാ, യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല, പറയുകയാ ഹല്ലേലൂയ വചനം പ്രസംഗിക്ക്. നീ ഉണങ്ങിയ അവസ്ഥയോട് വചനം പ്രസംഗിക്ക്. എന്നിട്ട് പറയുകയാ ഹല്ലേലൂയ ഉണങ്ങിയ അസ്ഥികളെ വചനം കേൾക്ക്. ദൈവം പറഞ്ഞിട്ടുള്ള വചനങ്ങൾ, ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ ജീവിതത്തിന്റെ ഉണങ്ങിയ അവസ്ഥയെ നോക്കി വിളിച്ചു പറ. അടുത്തത് പറയാ, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ. വാഗ്ദത്തം വിളിച്ചു പറയുന്നത്, വചനം വിളിച്ചു പറയുന്നത് പ്രവചനമാ. അന്നേരം എന്ത് സംഭവിച്ചു? മുഴക്കം കേട്ടു. ഹല്ലേലൂയ എന്ത് ചെയ്തു? അസ്ഥിയോട് വന്നു ചേർന്നു. ചിതറിക്കിടന്നത് വന്നു ചേർന്നു. ചിതറിക്കിടന്നത് വന്നു ചേർന്ന് കേട്ടോ. അത് തന്നെയല്ല, ഒരു സൈന്യമായി എഴുന്നേറ്റ് നിവർന്നു നിൽക്കുമാറാക്കി. തല ഉയർത്തത്തില്ല, നിവരെ നിർത്തത്തില്ല എന്ന് പറഞ്ഞതിനെ നിവർത്തിച്ചു, നിവർന്നു നിർത്തി. ഹല്ലേലൂയ എന്ത് ചെയ്താൽ മതി? ഹല്ലേലൂയ വിഷയം പ്രതികൂലമായിരിക്കുമ്പോൾ തന്നെ, യാതൊരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തോണം? പ്രവചിച്ചോണം, വചനം പ്രവചിച്ചോണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനകത്ത് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് പോട്ടെ, അസ്ഥിയോട് വന്നു ചേർന്നു. ഹല്ലേലൂയ. നമുക്കറിയാം ആദാമിന്റെ അസ്ഥി എടുത്ത ഹവ്വായെ സൃഷ്ടിച്ചു. അല്ലല്ലേ ഒരു വാരിയലിന്റെ ഒരു അസ്ഥി എടുത്ത തലമുറകൾക്ക് വേണ്ടിയൊക്കെ തക്ക തുണയെ ആഗ്രഹിക്കുന്ന ദൈവത്തില് നീ നിന്റെ തലമുറ നോക്കിയിട്ട് പറയണം, അല്ലല്ല ദൈവം എടുത്ത അസ്ഥിയോട് വന്നു ചേരട്ടെ. പ്രവചിക്കണം കേട്ടോ. തലമുറകളുടെ പാപിക്ക് വേണ്ടി തക്ക തുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന മാതാവേ ഹല്ലേലൂയ ഹല്ലേലൂയ നോക്കിയിട്ട് പറയണം, അസ്ഥിയോട് വന്നു ചേരട്ടെ. ശൂന്യ അവസ്ഥയായിരിക്കും, യാതൊരു സാധ്യതയും ഇല്ലായിരിക്കും, എന്നാൽ പ്രവചിച്ചോണം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾക്കറിയാം, അടുത്ത ഒരാളെ കൂടെ ഞാൻ കാണിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. എന്റെ സമയം തീർന്നോണ്ടിരിക്കുക, പെട്ടെന്ന് തന്നെ നിർത്തിയേക്കാം. 25-ാം അധ്യായം 23-ാം വാക്യം റിബേക്കയോട് പറയുന്നതാ. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരുളി ചെയ്തു. തലമുറ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അമ്മയോട് റിബേക്കയോട് ദൈവം അറിയിച്ചു. അല്ലല്ല റിബേക്കയെ, നിന്റെ ഉദരത്തിൽ 2 പേരുണ്ട്, അവര് 2 ജാതികളാകും, 2 വംശങ്ങളാകും, ഇളയവനെ ഉണ്ടല്ലോ മൂത്തവൻ സേവിക്കും. സാധാരണ യഹൂദന്റെ ക്രമപ്രകാരം, ഇസ്രായേലിന്റെ ക്രമപ്രകാരം മൂത്തവനെയാണ് ഇളയവൻ സേവിക്കേണ്ടത്. എല്ലാ അവകാശവും മൂത്തവനാ. എന്നാൽ ദൈവം തലമുറ ഉണ്ടാകുന്നതിന് മുമ്പേ പറഞ്ഞു, ഇളയവനെ മൂത്തവൻ സേവിക്കും എന്ന് പറഞ്ഞു. ഇതങ്ങ് വിശ്വസിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് അങ്ങ് ഇരുന്നാ പോരായിരുന്നു? യാക്കോബിനോട് ആ സ്നേഹം, യാക്കോബാ ഇളയവൻ, അവൻ തന്നെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഇരുന്നാ പോരായിരുന്നു? അത് വിശ്വസിക്കാതെ
ദൈവത്തിന്റെ ഹിതത്തിൽ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ കഴിയാതെ അപ്പന്റെ അനുഗ്രഹം മകന് കൊടുക്കണം, മകൻ വലിയവനാകണം എന്നുള്ള വിശ്വാസത്തിൽ യാക്കോബിനെ പ്രേരിപ്പിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് എന്തോ ചെയ്തു? ഹല്ലേലൂയ. അല്ലെങ്കിൽ വാഗ്ദത്തത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് എന്തോ പറ്റി? കള്ളം പറയാൻ തലമുറയെ പഠിപ്പിച്ചു. യാക്കോബ് ഏശാവാണോ? അതെ അതെ അതെ, അമ്മ പഠിപ്പിച്ചു വിട്ടതാ. അല്ലെങ്കിൽ അഭിനയിക്കാൻ തലമുറയെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പനെ പറ്റിക്കാൻ തലമുറയെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. സഹോദരനെ പറ്റിക്കാൻ പഠിപ്പിച്ചു. അല്ലെങ്കിൽ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിച്ചിരുന്നെങ്കിൽ റിബേക്കേ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കാരണം ജനിക്കുന്നതിന് മുമ്പേ സ്വർഗം പറഞ്ഞതാ യാക്കോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. എന്നാൽ നീ അതിൽ വിശ്വസിക്കാതെ നീ എന്തു ചെയ്തു? തലമുറയെ കള്ളം പറയാൻ പഠിപ്പിച്ചു, തലമുറയെ ഫാൻസി ഡ്രസ് കളിപ്പിക്കാൻ, അഭിനയിക്കാൻ പഠിപ്പിച്ചു, അപ്പനെ പറ്റിക്കാൻ, സഹോദരനെ പറ്റിക്കാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഫലം എന്തുവാ? സഹോദരങ്ങൾ തമ്മിൽ ശത്രുക്കളായി. ഹല്ലേലൂയ. വീട് വിട്ട് ഓടേണ്ടി വന്നു, തലമുറയെ കാണേണ്ടി വന്നില്ല റിബേക്കയ്ക്ക് കേട്ടോ. ഹല്ലേലൂയ. യാക്കോബിന്റെ തലമുറകളുടെ നന്മ കാണേണ്ടി വന്നില്ല കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, അല്ല ദൈവഹിതം സംബന്ധിച്ച് നാം പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. പൂർണ്ണ നിശ്ചയം പ്രാപിച്ചവരെ പറ്റി എന്റെ സമയത്തിനുള്ളിൽ പറയാനിടയായി. ഒന്ന്, യാക്കോബ് പൂർണ്ണ നിശ്ചയം പ്രാപിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർത്തു. ഒരു ബ്രാക്കറ്റ് പീരീഡ്, മുഴുവനല്ല, ഒരു ബ്രാക്കറ്റ് പീരീഡ്. എന്നാൽ മല്ല് പിടിച്ച ഭക്തൻ കരയുന്നത് കണ്ടിട്ട് ദൈവം ദൂതനെ അയച്ചില്ല, സ്വപ്നം കാണിച്ചില്ല, തലമുറകൾക്ക് മനസ്സലിവ് തോന്നിയില്ല. ദൈവഹിതം അറിയിച്ചിട്ടും നാം കരഞ്ഞുകൊണ്ടിരുന്നാൽ, പിറുപുറത്തുകൊണ്ടിരുന്നാൽ, ദുഹലലെ യാക്കോബാണെങ്കിലും ദൈവം അനങ്ങത്തില്ല. നമുക്കറിയാം, ഹാഗാറും മകനും കൂടെ, അതെല്ലാവർക്കും അറിയാം, നിലവിളിച്ചപ്പോൾ ബാലന്റെ നിലവിളിയെ കേട്ടുള്ളൂ. കാരണം ഹാഗാറിനോട് പറഞ്ഞതാ നിന്റെ ഉദരത്തിൽ നിന്നൊരു ജാതി പുറപ്പെടുമെന്ന്. ഇപ്പം കരയുന്ന എന്തോ പറഞ്ഞോണ്ടാ? മകന്റെ മരണം കാണണ്ട. ഹാഗാറെ എത്ര കരഞ്ഞാലും കേൾക്കത്തില്ല. പകരം നീ വാഴ്ത്തത്വം വിളിച്ചു പറഞ്ഞിട്ടൊന്ന് കരഞ്ഞേ. നീ വാഴ്ത്തത്വം വിളിച്ചു പറഞ്ഞിട്ട് കരാ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നീ പ്രഖ്യാപിക്കുക, നിന്റെ തലമുറ എഴുന്നേറ്റ് വരുന്നത് കാണാം. എന്നാൽ വാഴ്ത്തത്വം കേൾക്കാതൊരു പാപം ബാലൻ നിലവിളിച്ചതാ ദൈവം കേട്ടത്. അല്ലെങ്കിൽ അടുത്ത നമ്മൾ കണ്ടു, പൂർണ്ണ നിശ്ചയം പ്രാപിച്ച യോസേഫിനെ ജീവിതത്തിൽ അടിക്കാടി പ്രതികൂലം വന്നിട്ടും യോസേഫ് പിറുപിറുത്തില്ല. യോസേഫ് ഹല്ലേലൂയ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചവനായി, ഹല്ലേലൂയ ദൈവത്തോട് ദോഷം ചെയ്യാതെ യഹോവ യോസേഫിനോട് കൂടെ ഇരിക്കത്തക്ക രീതിയിൽ ഭക്തനായി ജീവിച്ചു. മരിക്കുമ്പം പോലും വർഷങ്ങൾ 430 സംവത്സരം അടിമകളായി തന്നെ താമസിച്ചു. അതിനും അപ്പുറം ഉള്ള വർഷങ്ങൾ ഉള്ള വാഴ്ത്തത്വം വിളിച്ചു പറഞ്ഞു. അന്ന് നടക്കുമ്പോൾ എന്റെ അസ്ഥി കൂടെ കൊണ്ടുപോക്കണമെന്ന്. എന്തോ ഒരു ഭക്തനാ, എന്തോ ഒരു പൂർണ്ണ നിശ്ചയമാ. ദൈവമക്കളെ, നിങ്ങളോട് കേൾപ്പിച്ച എല്ലാ ദൈവവചനവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സംഭവിക്കണമെങ്കിൽ നിങ്ങൾ അത് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം. പ്രതികൂലങ്ങൾ വരും, അത് നടത്തത്തില്ല എന്ന് പറഞ്ഞ് പൗലോസിന്റെ നേരെ അല്ലെങ്കിൽ മനുഷ്യൻ എഴുന്നേറ്റു. 40-ലധികം പേർ ജലപാനം കുടിക്കാതെ, അല്ലെങ്കിൽ പ്രകൃതി എഴുന്നേറ്റു, സൂര്യനും നക്ഷത്രവും എഴുന്നേറ്റു, അല്ലെങ്കിൽ കൂടെ സഞ്ചരിക്കുന്നവർ എഴുന്നേറ്റോട്ടെ, അണലി എഴുന്നേറ്റു. എന്നാൽ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. ഒന്ന് പറഞ്ഞേ, ഇന്ന് പൽക്കാലം ഒന്ന് വിശ്വസിച്ചോണ്ട് പറഞ്ഞേ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. ഒന്ന് പറഞ്ഞേ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. പിശാചേ, നീ എത്ര കോട്ട കെട്ടിയാലോ, നീ എത്ര വലിയ മതിൽ കെട്ടി ഇതിനപ്പുറത്തോട്ട് വിടത്തില്ല എന്ന് പ്രഖ്യാപിച്ചാലോ, എന്നോട് അരുളി ചെയ്തത് സ്വർഗത്തിലെ ദൈവമാ, അതുപോലെ തന്നെ സംഭവിക്കത്തുള്ളൂ. ഇനി മുതൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇനി മുതൽ വാഗ്ദത്തം വിളിച്ചു പറയുന്ന ദൈവമക്കളായി മാറണം കേട്ടോ. വാഗ്ദത്തം വിളിച്ചു പറയുന്നവരായി മാറണം. അപ്പം പൂർണ്ണ നിശ്ചയം പ്രാപിച്ച യോസേഫിനെ കണ്ടു, പൗലോസിനെ നമ്മൾ കണ്ടു. അടുത്തത് 12 പേര് പോയി, 10 പേർ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചില്ല. അവർക്ക് എന്തു ചെയ്തു? പ്രശ്നം വലുതായി തോന്നി.
അടുത്തത് എന്തു പറ്റി? ഹല്ലേലൂയ, അന്ന് അവർ ഉറക്ക നിലവിളിക്കേണ്ട വന്നു, അവർ രാത്രി മുഴുവൻ കരയേണ്ട വന്നു, അവർ ദൈവദാസന്മാരോട് പിറുപിറുക്കേണ്ട വന്നു. മരിച്ചാൽ മതിയെന്ന് തോന്നി, തിരിച്ചു പോയാൽ കൊള്ളാമെന്ന് തോന്നി. ഇതിലേതെങ്കിലും നമുക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, ഇല്ല, ദൈവഹിതം എന്നോട് അറിയിച്ചത് നടക്കും, ഞാൻ ഇനി ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കത്തില്ല. പ്രശ്നത്തെ അടുത്തത് ഹല്ലേലൂയ, നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, ഈ കൂട്ടത്തിൽ തന്നെ 2 പേർ, ഒരേ ദേശം, 10 പേർ കണ്ടിട്ട് പറഞ്ഞത് ഒരു വേറൊരു കാര്യം. 2 പേർ വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു. അവർക്കറിയാം അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് അരുളി ചെയ്തതാ ദൈവത്തിന്റെ ഹിതം അറിയാം. മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് തന്നെ കനാനിൽ എത്താനാണെന്ന് അറിയാം. അങ്ങനെ വിളിച്ചു പറഞ്ഞ യോശുവയെ അവന്റെ കുടുംബത്തെയും കനാനിൽ എത്തിച്ചു. യോശുവയ്ക്ക് ചില സ്ഥാനമാനങ്ങൾ നൽകി. അല്ലെങ്കിൽ യോശുവയെ കൊണ്ട് അല്ലെങ്കിൽ ദേശം വിഭാഗിപ്പിച്ചു കൊടുത്തു. രൂത്തിനെ കൊണ്ട് അളന്നു കൊടുത്തെന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചാൽ കൈ നീട്ടിക്കൊണ്ടിരിക്കേണ്ട വരത്തില്ല. അല്ലെങ്കിൽ ചിലത് അളന്നു വിഭാഗിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ശൂന്യതകളെ ദൈവം മാറ്റും. ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നത് ചെവിയുള്ളവൻ ഏറ്റെടുത്തു. പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് ദൈവഹിതം ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ മർത്തിയെ വിളിച്ചു പറയാൻ തയ്യാറായാൽ കൈ നീട്ടേണ്ട വരത്തില്ല. പകരം നീ അളന്നു വിഭാഗിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അടുത്തത് കാലേബിനെ കണ്ടു. അതിലെ കാലേബ് പ്രവചിച്ച ദേശത്തെ കാലേബിനും അവന്റെ സന്തതിക്കും കൊടുത്തു. പ്രവചിക്ക യെഹെസ്കേലിനോട് പറഞ്ഞതുപോലെ വചനം കേൾക്കാൻ പറ. ആരോടാ പറയേണ്ടത്? ആ ശൂന്യ അവസ്ഥയെ നോക്കിയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ആ വചനം കേൾക്ക്. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ പ്രവചിച്ചപ്പോൾ അസ്ഥിയോട് വന്നു ചേരട്ടെ. നാളുകളായി തലമുറകളുടെ ഭാവിക്ക് വേണ്ടി കരുതുന്ന മാതാവേ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ദിനമായി മാറട്ടെ. നീ പ്രവചിക്കണം. അസ്ഥിയോട് വന്നു ചേരും. ഏത് അസ്ഥി കൊണ്ടാണോ നിന്റെ തലമുറയെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നിന്റെ തലമുറയുടെ അസ്ഥി എടുത്ത് ആർക്കാണോ ഫിറ്റ് ചെയ്തത്, അത് തന്നെ വന്നു ചേർന്നാലേ അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ട് മരണം വരെ സ്നേഹത്തോട് ജീവിക്കത്തുള്ളൂ. അത് വരേണ്ടതിന് നീ പ്രവചിക്കണം. നീ തലമുറയെ നോക്കി പ്രവചിക്കണം. ഇപ്പോൾ ദുഷ്ടബന്ധത്തിൽ അകപ്പെട്ട്, ജാതീയ ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുമായിരിക്കും. എന്നാൽ വിട്ടുകൊടുക്കാതെ നീ പ്രവചിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും.